യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഗുഡ്നെസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുടുംബ ജീവിതത്തിൽ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ സമർപ്പണത്തെക്കുറിച്ചും ഉത്തരവാദിത്വപൂർണമായ രക്ഷാകർതൃത്വത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ ഈ കാര്യങ്ങൾ വളരെ സവിസ്തരം പ്രതിപാദിച്ചു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആരംഭിക്കുകയാണ് ഈ എപ്പിസോഡിൽ. ഇതിന് നമ്മളോടുകൂടെ ഇന്ന് ഉള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ സമർപ്പണത്തെക്കുറിച്ചും മക്കളെ വളർത്തുന്നതിലുള്ള ആ ഉത്തരവാദിത്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയും ഗൗരവമായ ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരു കുടുംബജീവിതത്തിൽ വിവാഹ ജീവിതത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ ദമ്പതികൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കാര്യമായിട്ട് പ്രതിപാദിച്ചത്. സ്നേഹസമ്പൂർണമായിട്ടുള്ള പരസ്പര സമർപ്പണത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് ദൈവം നൽകുന്ന മക്കളുടെ നല്ല വളർത്തൽ. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. പക്ഷേ സാറിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, സഭയ്ക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഉണ്ടെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീയും പുരുഷനും ഇത് ശരിക്ക് ഇതിനെക്കുറിച്ച് ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് മഹാഭൂരിപക്ഷവും വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ സ്നേഹസമ്പൂർണമായിട്ടുള്ള പരസ്പര സമർപ്പണം, അത് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതേക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള അറിവില്ല. മക്കളെ എങ്ങനെ വളർത്തണം, ഒരു സമഗ്രമായിട്ടുള്ള വളർച്ച, ഇതേക്കുറിച്ചും അറിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇടയിൽ ഉള്ള ഒരു ധാരണ, മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരായിട്ടുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ധാരണ ഇതാണ്, പൊതുവിലുള്ളൊരു ധാരണ. 21 വയസ്സായി അല്ലെങ്കിൽ 25 വയസ്സായി വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ട കാലമായി എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ വിവാഹത്തിന് പറ്റിയ ആളെ അന്വേഷിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ മാതാപിതാക്കന്മാർ അന്വേഷിക്കും, അല്ലെങ്കിൽ മക്കൾ അതിനിടയ്ക്ക് സ്വയം അന്വേഷിക്കാനായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സൗഹൃദത്തിലേക്ക് വരികയും ഒരുപക്ഷെ സൗഹൃദത്തിലുള്ള ആളുമായിട്ടുള്ള വിവാഹത്തിന് ഒരു താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യും. അത് പ്രായമായി, കല്യാണം കഴിക്കാനുള്ള പ്രായമായി എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? കല്യാണപ്രായം കഴിഞ്ഞു, എന്തോ നമ്മൾ നിശ്ചയിക്കുകയാണ് ഈ പ്രായമൊക്കെ. പ്രായമായി എന്നുള്ള പ്രായമാകുമ്പം വിവാഹം കഴിക്കുകയോ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുക, അത് മാതാപിതാക്കന്മാരുടെ ഒരു ഉത്തരവാദിത്തമാണ്, കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ അന്വേഷണമായി. അപ്പോൾ അന്വേഷിക്കുമ്പോഴും കാര്യമായിട്ടുള്ള അന്വേഷണങ്ങളൊന്നുമില്ല. അത് പെട്ടെന്ന് ഈ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷണം, കണ്ടുപിടുത്തം, വിവാഹം എന്നുള്ളതാണ്. അപ്പോൾ ഈ വിവാഹ ജീവിതം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തവും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ നേരിടാൻ ഇടയുള്ള വെല്ലുവിളികളും ഇതേക്കുറിച്ച് അറിയുന്നില്ലെന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊരുത്തപ്പെടലുകളും പൊരുത്തമില്ലായ്മയും, പൊരുത്തപ്പെടാനായിട്ട് സാധിക്കാത്ത ഒരു ഇതാണ്, മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും, അതൊരു വിവാഹമോചനത്തിലേക്ക് ഒരു വേർപെടലിന് കാരണമായി തീരുകയും മക്കൾ തന്നെ അതിൻ്റെ പേരിൽ, ഇനിയിപ്പം വിവാഹം വേർപെടുത്തിയില്ലെങ്കിൽ പോലും ആ വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന മക്കൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, അവർ സഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ദമ്പതികൾ സഹിക്കുന്നു,
മക്കൾ സഹിക്കുന്നു, കുടുംബാംഗങ്ങൾ സഹിക്കുന്നു, സമൂഹം സഹിക്കുന്നു. അപ്പം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഒരു സമഗ്രമായൊരു പരിശീലനം അല്ലെങ്കിൽ അതിനെ ഇവരെ ഒരുക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട് തന്നെ. നമ്മുടെ സഭയിൽ വിദേശത്തൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് യൂറോപ്പിൽ, അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ഇത് നേരത്തെ ഉണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അതിനെന്താണ് പറയുക, വിവാഹ ഒരുക്കത്തിനുള്ള കോഴ്സുകളുണ്ട്. ഓരോ പേര് പറഞ്ഞ് പ്രീക്കാന കോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കോഴ്സുകളുണ്ട്. പക്ഷേ ഈ കോഴ്സുകൾ തീർച്ചയായിട്ടും അത് ഉപകാരം ചെയ്യുന്ന കോഴ്സുകളാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കോഴ്സിൽ പങ്കെടുക്കാതെ ഏതെങ്കിലും തരത്തിൽ, നമുക്കറിയാം ഇങ്ങനെയൊരു കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് ചിലപ്പോൾ ഈ വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സിൽ നാട്ടിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയെന്ന് വരികയല്ല. ഇപ്പോഴത്തേതനുസരിച്ച് എവിടെയെങ്കിലും പങ്കെടുത്താൽ മതിയെന്നുണ്ടെന്ന് തോന്നുന്നു, എപ്പോഴെങ്കിലും പങ്കെടുത്താൽ മതിയെന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ഇളവുകളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്വം എന്നുള്ളതാണ് വിവാഹ ജീവിതം എന്ന് പറയുന്ന. അത് വാസ്തവത്തിൽ വൈദിക പരിശീലനത്തിന് 11 വർഷവും 12 വർഷവും ഒക്കെ എടുക്കുന്നുള്ളതാണ്. പക്ഷേ ജീവിതകാലം മുഴുവനും മറ്റൊരു വ്യക്തിയുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ രണ്ട് കുടുംബത്തിൽ വളർന്ന വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുമ്പോൾ കാര്യമായ ഒരു ഒരുക്കമില്ലാതെ വരുന്ന എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കി തീർക്കും. തീർച്ചയായിട്ടും അത് രണ്ട് വ്യക്തികളെ മാത്രമല്ല ബാധിക്കുന്നുള്ളതാണ്. ആ വ്യക്തികൾ ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കും, അവരുടെ വളർച്ചയെ ബാധിക്കും, അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കും. അതുപോലെ തന്നെ അവർ പിന്നീട് വിവാഹം കഴിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മക്കളെ നമ്മൾ ഓർക്കണം. ഇതെല്ലാം അവരുടെ സമീപനങ്ങളിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് കാര്യമായിട്ട് ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. പല രൂപതകളിലുമൊക്കെ തീർച്ചയായിട്ടും അത് വളരെ സഹായകമായിട്ടുള്ള കോഴ്സാണ്, ഉപകാരപ്പെടുന്നതായിട്ടുള്ള കോഴ്സാണ്. പക്ഷേ ഈ 3 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ അവസാനിപ്പിക്കാവുന്ന ഒരു കോഴ്സായിട്ട് നമുക്കിതിനെ പരിഗണിക്കാനായിട്ട് അങ്ങനെ നിർത്തേണ്ട ഒരു കോഴ്സല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണത്. കാരണം വ്യക്തിയെ നമ്മൾ ഇപ്പോഴേ ഈ ചെറുപ്പക്കാർക്ക് പോലും അതേക്കുറിച്ചുള്ളൊരു അവയർനെസ് ഇല്ലെന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യമില്ല. അതായത് കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്നു, സൗഹൃദമാകുന്നു, ഒരുമിച്ചിരുന്ന് കുറേ വർത്തമാനം പറയുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയൊരു ചായ കഴിക്കുന്നു. അങ്ങനെ ഒരു കുറച്ച് നാളിങ്ങനെ സൗഹൃദമായി കഴിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ വിവാഹത്തിലേക്ക് വരുന്നു. മാതാപിതാക്കന്മാരെ താല്പര്യം കാണിച്ചില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നടക്കുന്നത്. പക്ഷേ തങ്ങൾക്ക് വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റാനായിട്ട് തങ്ങൾ പ്രാപ്തരാണോ എന്നുള്ളൊരു കാര്യം, അതാവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ നമ്മൾ ഓർക്കണം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം വന്നു, ഈ അടുപ്പം മാത്രം മതി എന്നുള്ളൊരു ചിന്തയുണ്ട്. വാസ്തവത്തിൽ ഇവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പക്വത വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തക്ക വിധത്തിലുള്ള അറിവോ പക്വതയോ മാനസികമായിട്ട് ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കമോ, അവർക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഒരുക്കമോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഒരു കുടുംബ പശ്ചാത്തലം, വേറൊരു കുടുംബത്തിലേക്കാണ് ഒരു പെൺകുട്ടി വരുന്നതെന്ന് നമ്മൾ നോക്കണം. നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നോക്കണം. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കുടുംബങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഒരുപക്ഷെ മനോഭാവങ്ങളായിരിക്കാം, സമീപനങ്ങളായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന, പിന്നെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ സ്വാധീനം ഇപ്പോഴും ഒരുപാട് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരുക്കം വേണ്ട വിധത്തിലുള്ള ഒരുക്കം ആവശ്യമാണ്. വാസ്തവത്തിൽ ഈ രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ എന്നുകൊണ്ട് ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും കൂടി കണക്കിലെടുക്കേണ്ടതല്ല. തീർച്ചയായിട്ടും. കാരണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളുടെ അവരെങ്ങനെയാണ് വളർന്നു വന്നത്, അതിൻ്റെ സാഹചര്യം എങ്ങനെയാണ്, അവരുടെ ആധ്യാത്മികമായ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഒക്കെ ഒന്ന് കണക്കിലെടുത്തിട്ട് വേണം. പക്ഷേ രണ്ട് താല്പര്യങ്ങളായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അതുകൊണ്ടാണ് ചിലർ ഈ വിവാഹത്തിൻ്റെ അവസരത്തിൽ സ്ത്രീയും പെൺകുട്ടിയും ആൺകുട്ടിയും ഒക്കെ ചിലർ ഈ സൗഹൃദമല്ല, ഈ വിവാഹം പുറമേ നിന്നൊക്കെ. ഈ അടുത്ത നാളിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അപ്പനും അമ്മയും പോയി കണ്ടു, അയാളൊരു ഡോക്ടറാണ് ഈ ചെറുപ്പക്കാരൻ. ഈ പയ്യന് നല്ലൊരു പയ്യനാണ്, ഞാൻ അറിയുന്നിടത്തോളം നല്ലൊരു പയ്യനാണ്.
അപ്പോൾ അവനെന്നോട് പറഞ്ഞു, വെച്ചാൽ ഒരു വിവാഹത്തിൻ്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, ഞാനും പോയി പെൺകുട്ടിയെ കണ്ടു. പെൺകുട്ടി MDക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഇയാൾ MDക്ക് പഠിക്കുകയാണ്. 2 കോളേജുകളിലാണ്. ആദ്യമായിട്ടാണ് ഇവർ പോയി കാണുന്നത്. സംസാരത്തിലും വലിയ കുഴപ്പമൊന്നുമില്ല, 2 വീട്ടുകാർക്കും താല്പര്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഒന്ന് കാണണം, നമുക്ക് തന്നെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് സംസാരിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോയി, ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചത് വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് വേണ്ടെന്ന് വെച്ച്? അപ്പം ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളാണ് അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പയ്യൻ വന്നിരിക്കുന്നത് സാധാരണ ഒരു സാധാരണ കുടുംബം എന്ന് പറയും, സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ട്. സാധാരണ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ലക്ഷറീസായിട്ടൊന്നും ജീവിക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല. മാതാപിതാക്കന്മാരുമായിട്ടും കുടുംബങ്ങളുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ട് ആ കുടുംബത്തിൻ്റെ. അതൊരു പാരമ്പര്യമാണ്, ആ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ്. നല്ലൊരു വ്യക്തിബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന പിന്നെ ലളിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ്. ആഡംബരത്തിൽ വേണമെങ്കിൽ അവർക്ക് ജീവിക്കാം, പക്ഷേ ലളിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന അങ്ങനെ ഇതാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്, നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ, എൻ്റെ മാതാപിതാക്കന്മാർക്കൊക്കെ ഇഷ്ടമാണ്, ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ വളരെ ഒരു ചിട്ടയോടുകൂടിയൊക്കെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്ക് വരുന്നതിനോ, ചിലപ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കും ജീവിക്കാൻ പോകുന്നത്, കുടുംബത്തിലായിരിക്കില്ല, നമ്മളുടെ കുടുംബമായിരിക്കാം, പക്ഷേ കുടുംബത്തിൻ്റെ സ്വാധീനം ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതാണെന്ന് പറയുന്നത്, ഞങ്ങളുടെ കുടുംബം എന്നൊക്കെ പറയുന്നത് വീക്കെൻഡിലൊക്കെ ഞങ്ങൾ പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയും കുറേ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ട്, മോശമായിട്ടുള്ള സൗഹൃദങ്ങളൊന്നുമല്ല. അപ്പോൾ അവരെ കാണാനായിട്ടും അവരുടെ ഇൻവിറ്റേഷൻസൊക്കെ സ്വീകരിച്ചൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് സിനിമ കാണുന്നതായിട്ടുള്ളൊരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാൻ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം, ഞാൻ വേറൊരു രീതിയിലൊക്കെ വളർന്നതാണ്. അപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ പള്ളിയിലൊക്കെ വല്ലപ്പോഴുമൊക്കെ പോകും എന്നുള്ള, അപ്പോൾ ഇങ്ങനെ വേറെ ചില വ്യവസ്ഥകൾ കൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പയ്യൻ വിചാരിച്ചു, അപ്പോൾ അത് ശരിയാകില്ല. അതുകൊണ്ട് ഞാനത് അന്നേരം തന്നെ അവളോട് തന്നെ, ആ കുട്ടിയോട് തന്നെ പറഞ്ഞു, നമുക്ക് പിരിയാം, ഈ പിരിയാന്ന് പറയുമ്പോഴത്തേക്കും ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകണ്ട, ഒഴിവാകാം എന്ന് പറഞ്ഞുകൊണ്ട് പയ്യൻ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, അപ്പം വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങൾ കാണും, ചിന്തകൾ കാണും. അപ്പം ചിലപ്പോൾ ഒരാൾക്ക് തോന്നും, എനിക്ക് കുട്ടിയെ ഇപ്പോൾ ഉടനെ വേണ്ട, മറ്റേ ആൾക്ക് അങ്ങനെ ആയിരിക്കില്ല, ഉടനെ വേണമെന്നായിരിക്കും ഇങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ അതുപോലെ കുട്ടികളെ വളർത്താനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുട്ടികളുടെ കാര്യം നോക്കാനായിട്ട് പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ഈ 2 പേരും കൂടെ ആലോചിച്ചും എല്ലാം മുന്നോട്ട് പോകേണ്ട ഒരു ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പൊരുത്തക്കേടുണ്ടാകും. പിന്നെ ചില വിവാഹങ്ങളൊക്കെ അങ്ങോട്ട് സെപ്പറേഷൻ നടക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഇതിങ്ങനെ തള്ളി നീക്കുന്നു എന്നുള്ളതാണ്. ഒരു മനസ്സിൻ്റെ ഒരു സ്വസ്ഥതയോ ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമോ സമാധാനത്തിൻ്റെ അനുഭവം ഒന്നും ഇല്ലാതെയൊക്കെ ചിലപ്പോൾ മുന്നോട്ട് പോയെന്നിരിക്കും. ഒരു കുടുംബത്തിലാണ്, ഒരു മേൽക്കൂരയ്ക്കാണ് കീഴിലാണ് താമസിക്കുന്നതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകാതെ ഒരു സഫോക്കേഷൻ ആയിരിക്കും, തീർച്ചയായിട്ടും ഒരു വീർപ്പുമുട്ടലായിരിക്കും. അപ്പോൾ ഈ ദമ്പതികൾ തന്നെ പരസ്പരം ഒരു ബന്ധമില്ലെന്നുണ്ടെങ്കിൽ ആ മക്കൾ അനുഭവിക്കുന്ന ഒരു വേദന കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കുറേ വിട്ടുവീഴ്ചകളും ഒക്കെ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. ഇപ്പം പ്രത്യേകിച്ചും ഈ പുരുഷനും സ്ത്രീക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യവും അവർക്ക് സ്വന്തമായിട്ടുള്ള ജോലിയും ഒക്കെ ഉള്ള സമയത്ത് ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ സഹിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സഹനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടൊക്കെ ഒരു കാലത്ത് കരുതിയിരുന്നു ഈ കുടുംബജീവിതത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ സഹിച്ചു കഴിയുന്ന പെൺകുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ സഹിച്ചു കഴിയാനായിട്ടൊന്നും ആളെ കിട്ടിയെന്ന് വരികയില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി എന്നുള്ള ചിന്തയായി. അപ്പോൾ ഇനിയിപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് ആവശ്യമാണ്. വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ളൊരു അവയർനെസ് അവർക്ക് ലഭിക്കും പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളിലും തന്നെ. പക്ഷെ അതുപോലും ഈ 2 ദിവസം 3 ദിവസമുള്ള ഈ കോഴ്സ് പോലും
ഒഴിവാക്കാൻ എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കിയിട്ട് ഇതെങ്ങനെയെങ്കിലും നടത്താൻ അങ്ങനെയുള്ള പ്രവണത ഇപ്പോൾ ഉണ്ട്. ഉവ്വ. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 5 ദിവസം കൊണ്ടോ തീർക്കാവുന്ന ഒരു കോഴ്സ് തീർച്ചയായിട്ടും വേണം. പക്ഷേ വിവാഹ ജീവിതത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും സമർപ്പിത ജീവിതത്തെക്കുറിച്ചുമുള്ള ഒരു അവയർനെസ്, കാര്യം ഇതേക്കുറിച്ചൊക്കെ കാറ്റഗിസത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ അത് ഗ്രാജുവലായിട്ടുള്ള ഒരു 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 പഠനവും ഒക്കെ കൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു പഠനം അവർക്ക് ലഭിക്കേണ്ടതാണെന്നുള്ളതാണ്. അതുകൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ കുറേ എൻ്റെ രൂപതയിൽ കുറേ വർഷങ്ങൾ ഈ കോഴ്സിന് ക്ലാസ്സൊക്കെ എടുത്തിരുന്നതാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ കാരണം എന്തുമാത്രം ഒരു വീർപ്പുമുട്ടിയാണ് അവർ കഴിച്ചു കൂട്ടുന്നത്. എങ്ങനെയെങ്കിലും അതായത് അവർക്ക് അതിൻ്റെ ആ സർട്ടിഫിക്കറ്റ് കിട്ടുക, അതിൻ്റെ അപ്പുറത്തേക്കൊരു ലക്ഷ്യമില്ല. അവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നോ അല്ലെങ്കിൽ അത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്ന് പലപ്പോഴും ആഗ്രഹമില്ല. ആ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അത് റെസിഡൻഷ്യലാണ്, ഞങ്ങൾക്ക് റെസിഡൻഷ്യലാണ് കോട്ടപ്പുറം രൂപതയിൽ. അപ്പോൾ അത് ഇങ്ങനെ വീർപ്പുമുട്ടിയിരുന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിരുന്ന് ഉറക്കം തൂങ്ങിയിരുന്ന് അവസാനം ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുപോയി എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വിവാഹത്തിന് അടുത്ത് വരുമ്പോൾ നടത്തേണ്ട ഒരു കോഴ്സായിട്ട് മാത്രം ആ സമയത്ത് വേണം. കാരണം അതിന് മുമ്പ് തന്നെ ഇതേക്കുറിച്ചുള്ള ഒരു പഠനം, ഇതേക്കുറിച്ചുള്ള അറിവ് ആവശ്യമാണ്. കാരണം അടുത്ത 3 ദിവസങ്ങളല്ലേ 5 ദിവസങ്ങളെന്ന് പറയുന്നത് ഇവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള പറ്റുന്ന ഒരു സമയമായിരിക്കില്ല. അവർക്ക് വിവാഹത്തെക്കുറിച്ച് മിക്കവാറുമൊക്കെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഈ 3 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ 4 മണി കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസത്തെ കോഴ്സ് അവസാനിപ്പിച്ചിട്ട് വേണം എന്തെങ്കിലുമൊക്കെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കാനായിട്ട്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അതേക്കുറിച്ചുള്ള ചിന്തയായിരിക്കും ഇങ്ങനെയുള്ള കാര്യത്തിൽ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു അറിവും പരിശീലനവും ഒക്കെ ഈ പറയുന്ന ദമ്പതികളാകാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് ശേഷവും ഉള്ള ഒരു സപ്പോർട്ട് ആവശ്യമാണ്. വിവാഹത്തിന് ഒരു ഫോളോ അപ്പ് ആവശ്യമാണ്. പണ്ടൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു കുടുംബാംഗങ്ങൾ തന്നെ കുറേയൊക്കെ മുതിർന്ന ആളുകളൊക്കെ അതിൻ്റെ അകത്ത് ഇടപെടുകയും, ഇന്നിപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള ഇടപെടലുകളും കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മുടെ ചെറുപ്പക്കാർ വിവാഹം കഴിച്ചിട്ടുള്ളവർ വീട്ടിൽ നിന്നൊക്കെ അകന്ന് പുറത്ത് വിദേശത്തോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തോ ഒക്കെ താമസിക്കുകയാണ്. അവർ 2 കൂട്ടരുമാണ് ഒരുമിച്ച് താമസിക്കുന്നത്, ഭാര്യയും ഭർത്താവുമായിട്ട് താമസിക്കുന്നു. അപ്പോൾ അവരുടെ ഈ ഇടയിലുള്ള ചില അസ്വസ്ഥതകളും അത് മനസ്സിലാക്കാനോ അത് പറഞ്ഞു തീർക്കാനോ ആയിട്ടുള്ള ആളുകളില്ല എന്നുള്ളതാണ്. അതും ഒരു പ്രയാസമാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വേണ്ട വിധത്തിൽ വ്യക്തികളെ അറിയുകയും വ്യക്തികളെ ഉൾക്കൊള്ളുകയും പരസ്പരം ബഹുമാനിക്കുകയും ഇതൊക്കെ ഈ വിവാഹ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇതേക്കുറിച്ചുള്ളൊരു അറിവും ഒക്കെ ആവശ്യമാണ്. ഈ രൂപതകളിൽ ഫാമിലി അപ്പോസ്റ്റലേറ്റ് വഴിയാണല്ലോ ഇത് മുഴുവൻ നടത്തുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു ചിന്ത വരുന്നതും ഒരു നിർദ്ദേശം വയ്ക്കാനുള്ളതും ഇവർ ഫാമിലി അപ്പോസ്റ്റലേറ്റ് വഴിയാണ് ഈ കോഴ്സുകൾ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ കോഴ്സിൽ പങ്കെടുത്തു പോകുന്ന ആളുകളുടെ എല്ലാം അഡ്രസ്സും ഒക്കെ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കൽ പോയി വിവാഹം കഴിച്ച ആളുകളുണ്ടെങ്കിൽ അവരെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു 2-3 വർഷത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ ആളുകളെ വീണ്ടും ഒന്ന് വിളിച്ച് ഒരു റിഫ്രഷിങ് പോലെ ഒരു ദിവസത്തെ ഒരു കോഴ്സോ പ്രാർത്ഥന ശുശ്രൂഷയൊക്കെ നടത്തിയത് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അതേക്കുറിച്ച് അതായത് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇവർ അവരുടെ ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാവരും ഇടവുകളിൽ അല്ലാതെ അപ്പോൾ അവർക്ക് എല്ലാവരും കൂടെ 3 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നിച്ച് എല്ലാവരും കൂടി ഇല്ലെങ്കിൽ പോലും ഒരു 30% പോലും ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. വരുന്ന ആളുകളെങ്കിലും അതെ. അപ്പോൾ അവരുടെ തീർച്ചയായിട്ടും അപ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. അവരുടെ അനുഭവങ്ങൾ ഷെയറിങ് പക്ഷേ എത്ര പേര് ഇതിനു വേണ്ടിയിട്ട് ഈ ഷെയറിങ്ങിന് മുന്നോട്ട് വരും എന്നുള്ളതാണ്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു വരിക, ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് നല്ല ഒരു കാര്യമാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ ഇത് ശരിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിൽ ആളുകൾ പങ്കെടുക്കണം. അതിന് മുമ്പ് തന്നെ മാരേജിനെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ചുള്ള
ഒരു ശരിയായിട്ടുള്ള അവയർനെസ്, ബോധ്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാനൊരു ചോദ്യം ഉള്ളത്, ഈ കോഴ്സ് നടത്തുന്നത് തന്നെ ശരിക്കും ഒരു നമ്മൾ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ നടത്തണം എന്നുള്ളതാണ്. ആളുകളെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ ഇടവുകളിലോ നമ്മുടെ രൂപതകളിലോ അതിന് പറ്റിയ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം വിവാഹ ജീവിതത്തിൻ്റെ മക്കളെ എങ്ങനെ വളർത്തണം. നമുക്കിതിൻ്റെ അകത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്, ഒരു കാനണിസ്റ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്. സഭാ നിയമങ്ങളുമായിട്ട്, വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാനൺ നിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള, അതുപോലെ തന്നെ മോറൽ തിയോളജിയൻ, ധാർമ്മികമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് പറയാനായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ആവശ്യമുണ്ട്. പ്രഗ്നൻസിയും സ്ത്രീകളുടെ, അതെ, സ്ത്രീകൾ, പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം. അപ്പോൾ ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഒരു പുരോഹിതൻ്റെ ഒരു സഹായവും നേതൃത്വവും ആവശ്യമാണ്. അപ്പോഴിങ്ങനെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടാണ് വസ്തുത്തിൽ വരേണ്ടത്. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ള ആളുകൾ അവർ വന്നിട്ട് സാക്ഷ്യം പറയേണ്ടതായിട്ടുണ്ട്. അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ എങ്ങനെ വിവാഹത്തെ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന, അനുഭവത്തിൽ നിന്ന് പറയാനായിട്ട് സാധിക്കുന്ന, നന്നായിട്ട് ജീവിക്കുന്ന, മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ദമ്പതികൾ. അപ്പം ഇങ്ങനെ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിൽ സഹകരിക്കാനായിട്ടുള്ള ആളുകളുടെ അങ്ങനെയുള്ളവരെയാണ് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഏതെങ്കിലും രൂപതകളിൽ അങ്ങനെ ഇല്ല എങ്കിൽ എനിക്കറിയില്ല ഏതെങ്കിലും സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ ഇത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുടുംബത്തിൽ നമ്മൾ ഇതുവരെയൊക്കെ ദമ്പതികളുടെ കടമയെക്കുറിച്ച് സംസാരിച്ചു, അത് പരസ്പരമുള്ള കടമയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ മക്കളോടുള്ള കടമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ മാരേജ് പ്രിപ്പറേഷൻ്റെ കോഴ്സിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മക്കൾക്ക് മാതാപിതാക്കന്മാരോടുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അതേക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ സമൂഹത്തിൽ അല്ലെ കുടുംബത്തിൽ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കെ നമ്മളതേക്കുറിച്ച് കുടുംബത്തിലുള്ള സാക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അത് ഇത്തിരി കുറച്ച് കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പ്രായമായ ആളുകളെ പരിഗണിക്കേണ്ടതും കുടുംബത്തിലെ മാതാപിതാക്കന്മാരോടുള്ള ഈ ദമ്പതികളുടെ അടുപ്പമൊക്കെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് അത് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത് കുടുംബജീവിതത്തിൽ പരസ്പര ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തെക്കുറിച്ചും ആ സ്നേഹത്തിൽ സമർപ്പണത്തെക്കുറിച്ചും മക്കളെ വളർത്തുന്നതിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. പ്രത്യേകിച്ച് ഇത്രമാത്രം ഗൗരവമായ ഒരു ഉത്തരവാദിത്തങ്ങളുള്ളപ്പോൾ വിവാഹത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ എന്തുമാത്രം ഒരുങ്ങണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള കോഴ്സിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.